എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 12 ഇന്ന് ആരംഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ ദ്വാദശോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൽ. ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുകരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതൽ കഥാപ്രകാശേന അദജ്ഞാനം വിനാശയ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീത അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ 12ാമത്തെ അധ്യായത്തില് ഒരു പെരുമ്പാമ്പിന്റെ രൂപത്തിൽ വന്ന അഘാസുരന്റെ മുഖദ്വാരത്തിന്റെ ഉള്ളില് പ്രവേശിച്ച ആ പശുക്കുട്ടികളെയും ഒക്കെ മോചിപ്പിച്ച് ആ സർപ്പത്തിന് മോക്ഷം കൊടുത്ത കഥ, അഘാസുര വധം, അതാണ് അഘാസുര മോക്ഷം ഈ 12ാം അധ്യായത്തില് വിവരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. ക്വചിത് വനാശായ മനോദധൽ വ്രജാത് പ്രാതഃ സമുത്ഥായ വയസ്യ വത്സപാൻ പ്രബോധയൻ ശൃംഗരവേണചാരുണാ വിനിർഗതോ വത്സപുരസ്സരോ ഹരി. ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ നാളെ നേരത്തെ കാട്ടിലേക്ക് പോകണം, ഭക്ഷണം കാട്ടിൽ വെച്ച് തന്നെ വേണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്നു. അങ്ങനെ കാലത്തെഴുന്നേറ്റ് കേട്ട മാത്രത്തിൽ സകല ജീവജാലങ്ങളെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന മനോഹരമായ ശബ്ദബ്രഹ്മത്തെ തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കൊമ്പ് എന്ന് പറയപ്പെടുന്ന യന്ത്രത്തിൽ നിന്നാണ് പുറപ്പെടുവിച്ചത്. കൊമ്പ് അങ്ങോട്ട് വിളിച്ചു. അതിങ്ങനെ കേൾക്കുമ്പോ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊമ്പ് വിളിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്നോടൊരുമിച്ച് വരാൻ ഇഷ്ടമുള്ളവർ വരുവിൻ, ഇതാണ് കൊമ്പ് വിളിക്കണതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ കൊമ്പ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഊട്ടി വന്നോളൂ, ആർക്കൊക്കെ വരണമെന്ന് മോഹമുണ്ടെങ്കിൽ എന്റെ കൂടെ വരാം. ഇതങ്ങോട്ട് കേട്ടില്ലേ, പശുക്കുട്ടികളും ഗോപന്മാരൊക്കെ ആയിട്ട് ഉണർന്നു. എല്ലാവരും ഓടി ഭഗവാന്റെ ചുറ്റും അങ്ങോട്ട് കൂടി. ഭഗവാൻ നേരത്തെ എണീറ്റു. ഇന്നെന്താ അത്ര നേരത്തെ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അമ്മയൊക്കെ റെഡി ആയില്ലേ, ഭക്ഷണമൊക്കെ എടുത്തു വെച്ചില്ലേ ചോദിച്ചു. ഇതപ്പം എടുത്തു വെക്കാന്ന് പറഞ്ഞ യശോദമ്മ എല്ലാം എടുത്തു വെക്കണു. അങ്ങനെ തന്റെ പശുക്കുട്ടികളെ എല്ലാം ആട്ടിത്തെളിച്ച് മുമ്പിൽ നടത്തി ഭഗവാൻ പിന്നാലെ നടന്നു. ഇങ്ങനെ സർവസന്താപങ്ങളും സംഹരിച്ച് പരമാനന്ദം നൽകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ വൃന്ദാവനത്തിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു, വ്രജത്തിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു. തേനൈവ സാകം പൃഥുകാ സഹസ്രശ സ്നിഗ്ധാ സുഷിത്
എത്ര വിഷാണവേണവ സ്വാൻ സ്വാൻ സഹസ്രോ പരിസംഖ്യയാനിതാൻ വത്സാൻ പുരസ്കൃത്യ വിനിർയയുർമുദ. ശ്രീകൃഷ്ണൻ തന്നെ ആ വിളിച്ചുണർത്തിയപ്പോ ആ കൊമ്പ് വിളിക്കണ കേട്ടപ്പോ ആ സ്നേഹിതന്മാരായ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷം. അപ്പൊ എന്നാ ഇന്ന് വനത്തിൽ ചെന്നിട്ട് ഭക്ഷിക്കാന്ന് അവർക്കും എല്ലാവർക്കും ഒരുപോലെ തോന്നി. അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഭഗവാൻ, അത് അവർക്ക് എല്ലാവർക്കും അങ്ങോട്ട് തോന്നി, ഭഗവാൻ തോന്നിപ്പിച്ചു എന്നാ പറയണത്. അനേകം മണികൾ കോർത്തിരിക്കുന്ന ഒരു ചരടിന്റെ ഒരു തല പിടിച്ചു വലിച്ചാൽ മണികളെല്ലാം ഒരേ സമയത്ത് ഇളകില്ലേ, അതുപോലെയാണെന്ന്. സകല ചരാചരങ്ങളിലും ഒരുപോലെ വസിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് വിചാരിച്ചുവോ ആ വിചാരം തന്നെ ആ കുട്ടികളുടെ മനസ്സിലും ഒരേപോലെ അങ്ങോട്ട് ഉണ്ടായി. അങ്ങനെയാണ് ഭഗവാന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു ആ ഗോപകുമാരന്മാരുടെ മനസ്സിൽ അത് തോന്നും. അങ്ങനെയാണ് അവരുടെ. എന്തൊരു അത്ഭുതമല്ലേ. അതുകൊണ്ട് അവരെല്ലാവരും തൈര് മുതലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിറച്ച എല്ലാവരോടും പറഞ്ഞു, അമ്മയോട് നിറച്ച് ഞങ്ങൾക്ക് ഇന്ന് അവിടെയാണ് കേട്ടോ ഊണ്, നല്ല ഭക്ഷണമൊക്കെ വേഗം ഉണ്ടാക്കി തരൂ പറഞ്ഞു. അവര് ആ തൈര് എല്ലാ കൂട്ടാനും ഒക്കെ കൂട്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം മനോഹരങ്ങളായ ഉറികളോട് കൂടി തന്നെ, ആ തൈര് ഉറിയിൽ തന്നെ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകണേ. ചോറും കൂട്ടാനും ഒക്കെ വേറെ ഉറിയില് അങ്ങനെ എടുത്തിട്ട് അവരുടെ കൊമ്പുകള് അവർക്കുണ്ട്, എല്ലാവർക്കും കൊമ്പൊക്കെ ഉണ്ട്. ഓടക്കുഴല് ഇതൊക്കെ എടുത്ത് പശുക്കുട്ടികൾക്ക് മേയ്ക്കാനുള്ള ആ ചൂരൽ വടികളും കയ്യിലൊക്കെ എടുത്ത് എല്ലാവരും ആറപ്പ് വിളിച്ച് ആറപ്പേ പറഞ്ഞിട്ട് ഒരു ശൃംഗാണി ആവൂര്യ എന്ന് പറയില്ലേ, അങ്ങനെ അവര് ഉത്സാഹത്തോട് കൂടിയിട്ടാണ് എല്ലാവരും. കണ്ണന്റെ കൂടെ കളിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത ഒരു ഉത്സാഹ. അങ്ങനെ അവരവർക്കുള്ള പശുക്കുട്ടികളെല്ലാം ആട്ടി മുൻപിൽ നടത്തി. ഓരോരുത്തരും 1000-ലധികം കുട്ടികളെ മേയ്ക്കാനുണ്ട് ഓരോരുത്തർക്കും. അത്രയും കുട്ടികളാ. അപ്പൊ പശുക്കൾ എത്ര ഉണ്ടാവും, അത് കുട്ടികൾ എത്രയുണ്ട്, അപ്പൊ പശുക്കള് എരുമകള് ആടുകള് മുതലായ എത്ര ഉണ്ടായിരിക്കണം എന്നൊക്കെ ഊഹിക്കാം നമുക്ക്, അതല്ലേ. അപ്പൊ ഭഗവാൻ വന്ന മുതൽക്ക് ആ ഗോകുലത്തില് പശുക്കള് വർദ്ധിച്ചിട്ടുണ്ടെന്നാ പറയണത്. അത്രയും ഇരട്ടിയിലും പശുക്കളെല്ലാം. ഐശ്വര്യം ഇങ്ങനെ നിറഞ്ഞിരിക്കല്ലേ നന്ദഗോപർക്ക്, അതുപോലെ വ്രജത്തിലെ എല്ലാവർക്കും. ഇങ്ങനെ എല്ലാ സ്നേഹിതന്മാരും കൃഷ്ണനോട് കൂടി ചേർന്ന് ആനന്ദത്തോടെ കാട്ടിലേക്ക് അങ്ങോട്ട് പുറപ്പെടുകയാണ്. അമ്മമാർക്കും ഗോപശ്രീകൾക്കും ഒക്കെ വളരെ സങ്കട. എല്ലാവർക്കും എന്താ, വൈകുന്നേരം സന്ധ്യ മയങ്ങുമ്പോഴാണ് ഈ കുട്ടികൾ തിരിച്ചു വരണത്. അപ്പോഴേ അവരെ കാണാൻ പറ്റുള്ളൂ. കണ്ണനെയും രാമനെയും കാണണമെങ്കിൽ ഇനി വൈകുന്നേരം ആവണം. കൃഷ്ണവത്സേ അസംഖ്യാതേ യൂഥീകൃത്യ സ്വവത്സകാൻ ചാരയന്തോർഫലീലാവിർവിജഹ്രു തത്ര തത്ര. കണ്ണന്റെ കൂടെയുള്ള ഗോപകുട്ടികൾക്ക് അവരുടെ പശുക്കുട്ടികളെ മാത്രം അവര് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ അവർക്ക് കളിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ കണ്ണൻ എന്ത് ചെയ്തു, ഭഗവാൻ തന്നെ ധാരാളം പശുക്കുട്ടികളുണ്ട്. ഏറ്റവും കൂടുതൽ പശു ഉള്ളത് നന്ദഗോപർക്കാ. അപ്പൊ അതുപോലെയുള്ള പശുക്കുട്ടികൾ, അപ്പൊ ധാരാളം പശുക്കുട്ടികൾ, അസംഖ്യം എന്ന് പറഞ്ഞാൽ എണ്ണയില്ലാത്ത അത്ര പശുക്കുട്ടികളുണ്ട് കണ്ണനും രാമനും. അപ്പൊ അതോടുകൂടി തങ്ങളുടെ കുട്ടികളെ എല്ലാവരെയും അങ്ങോട്ട് ഒന്നാക്കി അവരുടെ പശുക്കുട്ടികളും ഭഗവാന്റെ പശുക്കുട്ടികളെയും കൂടി ഒന്നിച്ച് ചേർത്ത് എല്ലാവരെയും കൂടി ഒന്നിച്ചാ നോക്കുക, അല്ല വേറെ വേറെ അല്ല. അങ്ങനെ കാട് തോറും നടന്ന് ഓരോവിധ ബാലലീലകൾ ആടിയും അങ്ങനെയാണ് അവര് കളിച്ചത്. അപ്പൊ എല്ലാവർക്കും കളിക്കാൻ സമയമുണ്ടല്ലോ, എല്ലാവരെയും കൂടി ഒന്നിച്ചാണ് നോക്കുക. അപ്പൊ അങ്ങനെ അവര് രസമായിട്ട് കളിച്ചു. ഫലപ്രവാളസ്തവക സുമന പിഞ്ചധാതുഭി കാജഗുഞ്ചാമണിസ്വർണഭൂഷിതാഭ്യഭൂഷയൻ. 7 ശ്ലോകങ്ങൾ കൊണ്ടാണ് ഭഗവാന്റെ ബാലലീലകള് വർണ്ണിക്കുന്നത്. അമ്മമാര് മുമ്പ് തന്നെ ഈ രാമനും കൃഷ്ണനും നല്ല അതിമനോഹരങ്ങളായിട്ടുള്ള പവിഴം മുതലായിട്ടുള്ള കല്ലുകൾ കൊണ്ടുണ്ടാക്കിയത്, പിന്നെ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ മനോഹര വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ, അതൊക്കെയാണ് രാമനെയും കൃഷ്ണനെയും അണിയിച്ചിരിക്കുന്നത്. അത് നല്ലോണം അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള. കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്വർണ്ണമാലകളൊക്കെ രത്നമാലകളൊക്കെയാണ് പവിഴമൊക്കെയാണ് അണിയിച്ചിരിക്കുന്നത്. അപ്പോ ഇവരെന്ത് ചെയ്യും, വൃക്ഷങ്ങളില് പലതരം പൂക്കള് മാത്രമല്ല നല്ല ഭംഗിയുള്ള കായകള്, ഇളം തളിരുകള്. ചില മരത്തിന്റെ ഒക്കെ തളിരിന് തന്നെ നല്ല ഭംഗിയാ കാണാൻ, കളറ് നല്ല ചുമപ്പും അങ്ങനെയൊക്കെയുള്ള തളിരുള്ള മരങ്ങളുണ്ട്. പല കളറിലുള്ള തളിരുകള് വൃക്ഷങ്ങളാണ് അവിടെ. ഇലകൾക്ക് തന്നെ നല്ല ഭംഗിയാ. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നല്ല രസാണ് കണ്ണന്. എന്തൊരു ഭംഗിയാ, പ്രകൃതിയോട് അത്രയും സ്നേഹ. പലതരത്തിലുള്ള പൂക്കളും കായകളും തളിരിലകളും ഇതൊക്കെയുള്ള കോർത്ത പുഷ്പം മാലകൾ, പിന്നെ മയിൽപ്പീലി അതിന്റെ ലോക്കറ്റ് പോലെ ആക്കി വെക്കും.
അങ്ങനെ നാനാനിറത്തിലുള്ള മനയോലകള് മുതലായ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി അവരുടെ അതൊക്കെ ആ മാലകളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വനമാലയാണ് ഭഗവാൻ അണി. അതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് കണ്ണനും. പലതരത്തിലുള്ള പൂക്കളും ഇലകളും കായ്കളും ഒക്കെ ഇങ്ങനെ കോർത്തിട്ടുള്ള കുന്നിക്കുരു, മുഞ്ചാടിക്കുരു ഇതൊക്കെ കോർത്തിട്ടുള്ള മാല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. മനോഹരനായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരെ വനമാല അണിഞ്ഞിട്ടുള്ള സുന്ദര കുട്ടന്മാരെ ഓർത്തുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.